ഹലോ ഹായ്. നേരം വെളുത്തു 6:30 മണി കഴിഞ്ഞു. 6-7 മണിയാവാൻ പോകുന്നു. അപ്പോൾ ഇപ്പോഴത്തെ ഈ കോലം കണ്ടോ, ഇന്നലത്തെ ഈ കണ്ട അവസ്ഥ ഒരു തണുപ്പ് കാരണം സഹിക്കാൻ വയ്യ. തിരിച്ച് വന്നുകൊണ്ടിരിക്കുന്നു. സ്ഥലം എവിടെയാണെന്ന് ഒരു പിടുത്തമില്ല, പക്ഷെ നല്ല സീനറി ഉണ്ട് കേട്ടോ. നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് പുറത്ത്. അവസ്ഥയൊന്നും പറയാൻ വയ്യ. അങ്ങോട്ട് പോയതിനേക്കാളും വലിയൊരു അവസ്ഥയാണ് തിരിച്ചു വന്നപ്പോൾ. അത് കാരണം കൂടുതൽ വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാനുള്ളൊരു മാനസികാവസ്ഥയും ഇല്ല. തണുപ്പ് കാരണം അതും സഹിക്കാൻ വയ്യ, ഭയങ്കര തണുപ്പ്. നേരത്തെ ഒരു കോട്ട് ഇട്ടിരുന്നത് ഇപ്പോൾ രണ്ടാമത്തെ ബ്ലാങ്കറ്റ്, ഇത് കോട്ടായി ബ്ലാങ്കറ്റായി. അയ്യോ, അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെയെങ്കിലും ഇരിക്കുന്നത്, ഇല്ലെങ്കിൽ മൊത്തത്തിൽ പണിയാവുമായിരുന്നു. അപ്പോൾ ഗുഡ് മോർണിംഗ്. ഇതെവിടെയാണ് സ്ഥലമൊന്നും അറിയില്ല. പക്ഷേ ഇപ്പോൾ നേരം എടുത്തിട്ട് എന്താ പറയുക, ഒരു 6:30 മണി കഴിഞ്ഞു. കണ്ടപ്പോൾ എടുത്തതാണ്. അപ്പോൾ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഒന്നും എന്താ പറയുക, ഉച്ചയായി ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുമ്പോൾ. ശരിക്കും നമ്മൾ ഒരു അബദ്ധം പറ്റി. അതൊരു ഡേറ്റിൻ്റെ ഇതിൽ വന്നൊരു മിസ്റ്റേക്കാണ് ഞങ്ങൾക്ക്. ഞങ്ങൾ 25-ാം തീയതിയാണ് എറണാകുളം എത്തുന്നത്. പിന്നെ ഞങ്ങൾ ആദ്യം വെച്ച് ഇന്ന് 25 എന്നാണുള്ള ഐഡിയയിൽ. അപ്പം തലേ ദിവസം കയറി അടുത്ത ദിവസം എറണാകുളം എത്തുമെന്നൊരു തെറ്റിദ്ധാരണയിലായിരുന്നു. അപ്പം ഞങ്ങളിവിടെ ട്രെയിനിൽ വെച്ചിട്ടാണ് നമ്മൾ അറിയണം, അയ്യോ ഇന്ന് 24 നാളെ നമ്മൾ എത്തുള്ളൂ, ഇന്ന് വൈകുന്നേരം എറണാകുളം എത്തും എന്നുള്ളൊരു ഐഡിയയിലാണ് ഇരുന്നത്. അത് നടന്നില്ല, പണി കിട്ടി. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും നാളെ നമ്മൾ എറണാകുളം എത്തുള്ളൂ. മറ്റന്നാൾ രാവിലെ നമ്മൾ വീടെത്തുള്ളൂ. കാരണം എറണാകുളം നമ്മൾ ഒരു ദിവസം കൊണ്ട് എത്തും എന്നുള്ള ഒരു ധാരണയിലാണ് നമ്മൾ എറണാകുളം ടിക്കറ്റ് എടുത്തത്. ഇല്ലെങ്കിൽ ട്രിവാൻഡ്രം എടുക്കുള്ളായിരുന്നു, വേറെ ട്രെയിൻ നോക്കുമായിരുന്നു. ഇത് പെട്ടെന്ന് എത്തുമല്ലോ എന്ന് കേട്ടു. അന്ന് നമ്മളെന്തായാലും അത്ര ശ്രദ്ധിച്ചതില്ല. അവരും കൂടെ ടിക്കറ്റ് നോക്കിയപ്പോൾ അവിടെ ഇരുന്നവർ പറഞ്ഞത് വെച്ചിട്ട് നമ്മൾ നോക്കിയപ്പോൾ കൂടുതൽ നമ്മൾ നോക്കിയതുമില്ല. അങ്ങനെ ഒരു അബദ്ധം പറ്റി. അപ്പോൾ അത് കാരണം ഇനിയിപ്പോൾ എന്തായാലും അവിടെ ഇറങ്ങി അടുത്ത ട്രെയിൻ കയറി നമ്മൾ ട്രിവാൻഡ്രം എത്തുമ്പോഴത്തേക്കും മറ്റന്നാൾ രാവിലെ എത്തത്തുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ ഇപ്പോൾ ചൂടായി, തണുപ്പൊക്കെ മാറി, നല്ല ചൂടുണ്ട്. പിന്നെന്താ, പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ ട്രെയിനിൽ തന്നെയാണ് ഓർഡർ ചെയ്തത്. കാരണം ഇത് അധികം സ്റ്റോപ്പും കാര്യങ്ങളും ഇല്ലാത്ത ട്രെയിൻ ആയതുകൊണ്ട് നമ്മളിത് തന്നെയാണ് ഫുഡ് ഓർഡർ ചെയ്തിരുന്നത്. അപ്പോൾ ഫുഡൊക്കെ കൊണ്ടുവന്ന് നല്ലതായിരുന്നു. അപ്പോൾ പക്ഷേ എനിക്ക് ആ ഫുഡിൻ്റെ വീഡിയോ എടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ തിരക്കും കാര്യങ്ങളും കാരണം എനിക്ക് എടുക്കാൻ പറ്റിയില്ല. കാരണം നമ്മൾ വിചാരിച്ച പോലെ അല്ല, നമുക്ക് ഒരുമിച്ചല്ല സീറ്റ് കിട്ടിയത്. നമ്മളിരിക്കുന്ന ഇതിൽ തന്നെ നമുക്ക് ഇവിടെ ഇരിക്കുന്ന സീറ്റിൽ തന്നെ വേറെ 2-3 പേർക്ക് വേറെ സീറ്റ് വന്നില്ല. അപ്പോൾ നമ്മളത് ബാക്കി അപ്പുറത്തൊക്കെയാണ് വരുന്നത്. അപ്പോൾ അതൊക്കെ കാരണം നമുക്ക് ഈ പറഞ്ഞതൊക്കെ നമ്മൾ വിചാരിക്കുന്ന വീഡിയോയും കാര്യങ്ങളും എടുക്കാനോ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. നമ്മൾ ഒരുമിച്ചിരിക്കുമ്പോൾ നമുക്ക് ആ ഒരു പ്രശ്നം വരില്ല. വേറെ ആൾക്കാരും കൂടെയൊക്കെ ആകുമ്പോൾ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് വരും. അപ്പോൾ അത് കാരണമാണ് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ഫുഡിൻ്റെ വീഡിയോ ഒക്കെ എനിക്ക് എടുക്കണം എന്നുണ്ടായിരുന്നു. നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് എഗ് ഓംപ്ലേറ്റും പിന്നെ കുറച്ച് വെജിറ്റബിൾസ്, അതായത് ഗ്രീൻ പീസും ക്യാരറ്റൊക്കെ വേവിച്ചതും പിന്നെ ബ്രെഡും ബട്ടറും ഒക്കെ ആയിരുന്നു. സോസ് ഉണ്ടായിരുന്നു. പിന്നെ അത് നോൺ വെജ് എന്ന് പറഞ്ഞാൽ അതായിരുന്നു. വെജ് എന്ന് പറയുന്നത് വെജ് കട്ട്ലേറ്റ്, 2 വെജ് കട്ട്ലേറ്റും ഇതേപോലെ വെജിറ്റബിൾസ് വേവിച്ചതും പിന്നെ ബ്രെഡ് ബട്ടർ റോൾ. ഇത്രയാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. നോൺ വെജും വെജും വരുന്നത് അങ്ങനെയായിരുന്നു. ഉച്ചയ്ക്ക് വരുന്നത് നമ്മൾ വെജായിരുന്നു കൊടുത്തത്. അപ്പോൾ ഉച്ചയ്ക്ക് വന്നത് ചോറും പയർ കറിയായിരുന്നു. പയർ കറിയും പനീർ കറിയും അച്ചാറും ഇതായിരുന്നു ഉച്ചത്തെ ഫുഡ്. പിന്നെ യോഗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ സംഭവം ഇതെനിക്ക് എടുക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ പറ്റില്ല. ഇവിടുത്തെ തിരക്കും, കാരണം ഇത് അത്യാവശ്യം നല്ല തിരക്കുണ്ട് ട്രെയിനിൽ. അപ്പോൾ അത് കാരണം നമുക്ക് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് അപ്പോഴെടുക്കാൻ പറ്റിയില്ല. നൈറ്റ് ഫുഡ് നോക്കട്ടെ എന്താണെന്ന്, അതിൻ്റെ വീഡിയോ പറ്റുമെങ്കിൽ ഞാൻ എടുക്കാം.
പിന്നെ ഈ പറഞ്ഞ നമുക്ക് എത്രയും പെട്ടെന്ന് വീടെത്തിയാൽ മതി എന്നുള്ളൊരു അവസ്ഥയിലായിട്ടുണ്ട്. ശരി, അത്രയ്ക്കും മടുത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഇതൊരു എക്സ്പീരിയൻസ് എന്നുള്ള രീതിക്ക് നമ്മളങ്ങ് പിന്നെ സ്ഥലം കാണാൻ പറ്റി, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഈ ട്രെയിൻ ഇത്രയും സ്പീഡിൽ പോകുന്ന കാരണം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. സൗണ്ടും കാര്യങ്ങളും കാരണം എടുക്കുന്നത് ക്ലിയർ ആവണം എന്നില്ല. അതൊക്കെ കൊണ്ടാണ് ഞാൻ മടിക്കണേ. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഉച്ച കഴിഞ്ഞു, സമയം 2 മണിയാവും സമയം. അപ്പോൾ എന്തായാലും നോക്കട്ടെ വൈകുന്നേരം എങ്ങനെയാണെന്നുള്ള നോക്കിയിട്ട് ബാക്കി എടുക്കാം കേട്ടോ. രാത്രിത്തെ ഫുഡിൻ്റെ സംഭവമാണ് നിങ്ങളിപ്പോൾ കണ്ടത്. എന്താ പറയുക, റൈസ് ഉണ്ടായിരുന്നു. നമ്മൾ നോൺ വെജാണ് രാത്രിത്തെ പറഞ്ഞത്. അപ്പോൾ റൈസ് ഉണ്ടായിരുന്നു, ദാല് കറിയായിരുന്നു, പിന്നെ ചിക്കൻ കറി, പിന്നെ അതിലുള്ളത് പായസം, അരിപ്പായസമായിരുന്നു. ആ ഒരു സംഭവമാണ് അതിനകത്ത് വെച്ചിരുന്നത്. ഇത്രയാണ് നൈറ്റ് ഫുഡിൻ്റെ സംഭവം. ഞാൻ അത് എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വീഡിയോ എടുത്തത്. കൂടുതൽ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എന്തായാലും ഇന്നും കൂടി നമ്മൾ ട്രെയിനിൻ്റെ ഇന്നല്ല നാളെയും കഴിഞ്ഞേ എത്തുള്ളൂ. മറ്റന്നാളെ നമ്മൾ എത്തുള്ളൂ. നാളെ ഉച്ച കഴിയുമ്പോൾ എറണാകുളം, അവിടെ നിന്ന് അടുത്ത ട്രെയിനിൽ മറ്റന്നാൾ രാവിലെ ട്രിവാൻഡ്രം. അപ്പോൾ എന്താ പറയുക, ഇന്നത്തെ വീഡിയോ തൽക്കാലം ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. നാളെ കാണാം.